നമസ്കാരം, ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നിക്കണമെന്നും ഐക്യം വൈകരുതെന്നും ബിനോയ് വിശ്വം. ഇന്ത്യയിൽ RSS പിടിമുറുക്കുകയാണ്. അതുകൊണ്ട് തന്നെ CPI CPM ലയനത്തെക്കുറിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ചിന്തിച്ചു തുടങ്ങാം. ലയനം എന്ന വാക്കല്ല CPI മുന്നോട്ട് വയ്ക്കുന്നതെന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തത്വാധിഷ്ഠിതമായ പുനർ ഏകീകരണമാണ് ആവശ്യമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. കെ സുധാകരന് പിന്തുണയുമായി കോൺഗ്രസിലെ ഒരു വിഭാഗം എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ പുറത്താക്കണമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഇത്. സുധാകരന് കീഴിൽ കഴിഞ്ഞ 3 വർഷമായി പാർട്ടി ശക്തമാണ്. KPCCയിലും DCCയിലും അഴിച്ചുപണി നടക്കേണ്ടതിന് പകരം പാർട്ടി അധ്യക്ഷനെ മാറ്റാൻ പാടില്ലെന്നാണ് സുധാകരന്റെ അനുകൂലികൾ വാദിക്കുന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മുത്തശ്ശിയായ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ആദ്യ അറസ്റ്റ്. പാങ്ങോട് പോലീസ് മെഡിക്കൽ കോളേജിൽ എത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയാളെ നെടുമങ്ങാട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഷെറിനെതിരെ വീണ്ടും പോലീസ് കേസെടുത്തു. ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതിയായ ഷെറിനെതിരെയാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഷെറിനും മറ്റൊരു തടവുകാരിയും ചേർന്ന് കുടിവെള്ളം എടുക്കാൻ പോയ തടവുകാരിയെ ആക്രമിച്ചു എന്നാണ് കേസ്. ഷെറിന് ശിക്ഷ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിലും പാതയോരങ്ങളിലും അനുമതിയില്ലാതെ സ്ഥിരമായോ താൽക്കാലികമായോ കൊടിമരങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല. ഇത് ഹൈക്കോടതി വിലക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അനുമതിയില്ലാതെ സ്ഥാപിച്ചിരിക്കുന്ന എല്ലാ കൊടിമരങ്ങളും നീക്കം ചെയ്യാനുള്ള സർക്കാർ നയം 6 മാസത്തിനുള്ളിൽ രൂപീകരിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. മുൻ MLAയും CPI നേതാവുമായ P. രാജു അന്തരിച്ചു. 73 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം. ദീർഘനാളായ അർബുദബാധയെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. 2 തവണയാണ് അദ്ദേഹം CPI എറണാകുളം ജില്ലാ സെക്രട്ടറിയായിരുന്നത്. വാടക വീട്ടിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് ആൺ സുഹൃത്തിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 3:30യോടെയാണ് തൃശൂർ സ്വദേശിയായ 20 വയസ്സുള്ള മൗസ മെഹ്റിസിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് 6 സഹപാഠികളെ ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആൺ സുഹൃത്തിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യ ഹർജി തള്ളിയത്. ചെന്താമരയെ പുറത്തുവിട്ടാൽ നാട്ടുകാരിൽ പലർക്കും ജീവന് ഭീഷണിയുണ്ടാകുമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വാദം പൂർത്തിയായത്. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആശാ വർക്കർമാർക്ക് പിന്തുണ അറിയിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പോസാനി കൃഷ്ണമൂർത്തിയെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തു. തെലുങ്ക് സിനിമാ താരവും എഴുത്തുകാരനുമായ കൃഷ്ണമൂർത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധ വളർത്തും വിധമുള്ള പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. കൂടാതെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെയും ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിനെയും ഇദ്ദേഹം വിമർശിച്ചിരുന്നു.